ഏതെങ്കിലും ഒരു ബംഗ്ലാവിന്റെയോ കോട്ടയുടെയോ പേര് പറഞ്ഞാ അപ്പ സ്വാമിമാര് പറയും ആത്മാക്കളുറങ്ങുന്ന മണ്ണാന്ന്. ഈ പ്രേതങ്ങൾ എന്താ ചെറിയ വീട്ടിൽ കിടക്കൂലേ? ഒരു പ്രേതം. പ്രേതങ്ങളുടെ താഴ്വര. ഒരു മുறை വന്ന് പാത്തായ തജം തജം തകജം ലാരാ ദർശകുലേര ലക 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 ചെമ്പക കോട്ടേന്ന് മണ്ണുവാരും. എവിടെ? ഒന്നാമത്തെ മൂല. ഈ പ്രേതങ്ങളൊക്കെ ഇപ്പോഴും വൈറ്റ് ആൻഡ് വൈറ്റ് തന്നെ ആയിരിക്കും, അതോ ന്യൂ ജനറേഷൻ ആയിരിക്കും? ചില ന്യൂ ജനറേഷൻ പിള്ളേരെ കണ്ടു കഴിഞ്ഞാണ്ടല്ല പ്രേതങ്ങൾ വരെ പേടിച്ചെത്തു. രണ്ടാമത്തെ മൂല. യോഗി ആദ്യം 4 മൂലയിൽ നിന്ന് മണ്ണെടുക്കാൻ പറയും, പിന്നെ 4 ബാങ്കിൽ നിന്ന് നോട്ട് കെട്ടുകൾ എടുക്കാൻ പറയും. മൂന്നാമത്തെ മൂല എന്ന് പറയുമ്പോഴത്തേക്ക് ഓക്കെ. അവസാനത്തേതായ 4ാമത്തെ മൂല. ഹോ, തീർന്നു. ഇനി നേരെ യോഗിയുടെ അണ്ണാക്കിലേക്ക്. ഇതാരാ തുറന്നത്? ഇതെങ്ങനെ അടഞ്ഞത്? ഒട്ടക്കത്തൊരു കാറ്റ്. ഹായ്, ചിക്കന്റെ മണം. അപ്പൊ ഇവിടെ വെപ്പും കൂടിയൊക്കെ ഉണ്ടല്ലേ? ഹലോ ഹലോ, അതെ, എവിടെയാണിത്? ഇവിടെയാണോ? അവിടെയാണല്ലേ? അതെ, ഒരു അതിഥി വന്നിട്ടുണ്ട്. വിശേഷപ്പെട്ട അതിഥിയാ. സെറ്റപ്പ് കൊള്ളാല യോഗി. ഇത് ആത്മാക്കൾ ഉറങ്ങുന്ന മണ്ണല്ല, ആരാണ്ടൊക്കെ കയറി മേയുന്ന മണ്ണാ. അപ്പൊ ഇവിടെ മാത്രല്ല സെറ്റപ്പ്, അപ്പുറത്തുണ്ട്. വല്ലവന്റെ വീട്ടിൽ ആള് താമസമില്ലെന്ന് കണ്ടാ കേറി കഞ്ഞിയും കറിയും വെച്ച് കളിക്ക. ഇങ്ങോട്ട് വന്നേ മോളെ, അത്രക്ക് നാണക്കാരിയാണ്, എനിക്കൊന്നും കാണണമല്ല. ഹലോ, അപ്പൊ ഇവിടെ വെപ്പും കുടിയൊന്നുമില്ല. അല്ല, പാഴ്സലാണല്ലേ? ശരിയാക്കി തരാട്ടാ. അതേ മോളെ, ഇതെന്താണ്? കേറി താമസിച്ചതും പോരാ, ഇപ്പൊ സാറ്റും കളിക്കണ. ഇങ്ങ വാന്ന്. അതെ, നിന്റെ വായിൽ ആരടാ ഈ തുണി കുത്തി കയറ്റിയത്? എന്റെ കരച്ചിൽ കേട്ട് ഞാൻ പേടിക്കാതിരിക്കാൻ ഞാൻ തന്നെ അണ്ണാക്കി തുണി കുത്തി കയറ്റിയതാ. സത്യത്തിൽ എന്താ സംഭവിച്ചത്? നീ ചെമ്പകോട്ടെ പോയില്ലേ? മണ്ണെടുത്തില്ലേ? എന്നിട്ട് എന്താ സംഭവിച്ചെന്നൊന്ന് തെളിച്ച് പറ. അങ്ങനെ വലിയ തെളിച്ചൊന്നും ഉണ്ടായിരുന്നില്ല, ചെറിയൊരു മങ്ങല് മാത്രം. അയാള് വലിയ ആളാട്ടാ. ആര്? ആ കാട്ടിലെ യോഗി. അയാളെ പുലിയും പിടിക്കൂല, സിംഹവും പിടിക്കൂല. ദിവ്യനാ, ദിവ്യൻ. അവിടെ പ്രേതം ഉണ്ടെന്ന് പറഞ്ഞപ്പ ഞാൻ അയാളെ കളിയാക്കി. പക്ഷേ അല്ല, ഇവിടുന്ന് ഞാൻ അവിടെ പോയി വന്നപ്പോ അവിടെ നേരെ
കണ്ണു തുറന്നപ്പോ വെള്ള സാരിയും ബ്ലൗസൊക്കെ ഇട്ട് എന്റെ മുന്നിലങ്ങ് നിൽക്കുക. ഇങ്ങോട്ട് ആക്രമിക്കുന്ന മുമ്പ് ഞാൻ അങ്ങോട്ട് ആക്രമിച്ച് അവക്കടെ കഴുത്തു നോക്കി ഒറ്റ കടിയങ്ങൾ കടിച്ച്. എന്നിട്ട് അത് ഇവിടുത്തെ നേഴ്സായിരുന്നു. 8 സ്റ്റിച്ച് ഉണ്ട്.